ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന കുമ്പളങ്ങ വെച്ചിട്ടുള്ള ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ കാണിക്കുന്നത്. നമ്മൾക്കത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഞാനത് ഉണ്ടാക്കാനായിട്ട് ഒരു ചെറിയ കഷ്ണം കുമ്പളങ്ങ എടുത്തിട്ട് അതിൻ്റെ തോലൊക്കെ ഒന്ന് ചെത്തി കളഞ്ഞിട്ട് നല്ലോണം ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതൊന്ന് ചെറുതാക്കി ഒന്ന് അരിഞ്ഞെടുക്കണം. അത് ഞാൻ ഇതൊക്കെ എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. നിങ്ങൾ കറി വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ഏത് പാത്രത്തിലാണ് അതിലേക്ക് ഇതൊക്കെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും ഒരു 2-3 പച്ചമുളക് നടുകീറിയിട്ട് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് പച്ചമുളക് എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പിലയും പാകത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് അത് വേവാനുള്ള കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് വേവാൻ വയ്ക്കാം. ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട. ആ കുമ്പളങ്ങയിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി വരും. ഇനി നമുക്കിതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം. അതിനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് 2-3 പച്ചമുളകും കുറച്ച് തൈരില്ലേ, നല്ല പുളിയുള്ള തൈരാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ അതും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് ഈ തേങ്ങയൊന്ന് അരച്ചെടുക്കാം കേട്ടോ. ഒരുപാട് അരയണം, പേസ്റ്റ് പോലെ ഒന്നും അരയേണ്ട, ഒരു ഇടത്തര അരവ് മതിയാവും. ഇനിയിപ്പോൾ അതേ നമ്മുടെ കുമ്പളങ്ങയൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതധികം വെള്ളം ഇല്ലാത്ത ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് ഒന്ന് കുറുകിയിരുന്നാൽ മതി. ഇനി ഒരു ചെറിയ തള വന്നതിന് ശേഷം നമുക്ക് തീ ഓഫാക്കി കൊടുക്കുക. എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണയില്ലേ, അതതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ചോറിൻ്റെ കൂടെ നമുക്കിത് മാത്രം മതി കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും